ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലത്ത് ഉമേനല്ലൂരുള്ള ഒരു സൈറ്റിലാണ്. റീസെൻ്റ്ലി നമ്മുടെ കടയിൽ നിന്ന് ടൈൽസ് എടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ഇതിനകത്ത് കൂടുതലും ഭാഗത്ത് 6x4 ആണ് യൂസ് ചെയ്തേക്കുന്നത്. 6x4 കജാരി എറ്റേണിറ്റിയുടെ കാശ്മീർ മാർഫിലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. വളരെ നല്ല അഭിപ്രായമാണ് കടയിൽ വന്നപ്പം പറഞ്ഞത്. നമ്മൾ നേരിട്ട് ഇന്ന് കാണാൻ വന്നേക്കുക. ഫിനിഷ് ആയിട്ടില്ല വീട്, സോ അകത്ത് ക്ലിയർലി കാണാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി ഫിനിഷ് ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വന്ന് ഈ സൈറ്റ് കവർ ചെയ്യും. ഇനി കാശ്മീർ മാർഫിൽ അല്ലാതെ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ റോക്കർ ഗ്രേ ആണ്. അപ്പോൾ റോക്കർ ഗ്രേയും നമ്മൾ പറഞ്ഞ അനുസരിച്ച് കസ്റ്റമർ ഗ്രാനൈറ്റിനെ മൊത്തത്തിൽ ഒഴിവാക്കി റോക്കർ ഗ്രേ വെച്ച് സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ കൂടെ ഇന്ന് നമ്മുടെ കൂടെ സജി ഉണ്ട്. സജിയാണ് ഈ സൈറ്റിൽ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ സജിയുടെ വർക്ക്മാൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. ലെറ്റ്സ് ഗോ. സജി, ഇതാണ് റോക്കർ ഗ്രേ സിറ്റ് ഔട്ട് മൊത്തം ചെയ്തേക്കുന്നത്. നമുക്ക് കാണാം സിറ്റ് ഔട്ടിനകത്ത് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ക്യാരിയും എല്ലാം ചെയ്ത് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രിപ്പ് ലൈറ്റിനുള്ള ഓപ്ഷനും അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ഗ്രാനൈറ്റിനെക്കാട്ടിലും വർക്ക് ചെയ്തപ്പം ഗ്രാനൈറ്റിനെക്കാട്ടിലും എന്തെങ്കിലും ക്വാളിറ്റി കുറവാന്ന് തോന്നിയിരുന്നു അതിനകത്ത്? ഇല്ല, ഒരിക്കലും ഇല്ല. തീർച്ചയായും കാര്യം ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കളറാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഈ കളർ ഒരിക്കലും ഗ്രാനൈറ്റ് കിട്ടാൻ ഇത്രയും സോബർ കളർ. അത് മാത്രമല്ല മാറ്റ് ഫിനിഷ് ആണ്. അപ്പോൾ അത് ഓപ്പൺ ആണ്. ഇവിടെ നിന്ന് മഴയുടെ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് സ്ലിപ്പിംഗ് കുറവായിരിക്കും. അതെ. പിന്നെ അത്യാവശ്യം നമ്മൾ ഇപ്പോഴത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ സ്റ്റെപ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ഒരു വീഡിയോ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 സെന്റിമീറ്ററിന്റെ സ്റ്റെപ്സിനൊക്കെ ഒഴിവായി. എല്ലാം 40 സെന്റിമീറ്റർ സൈസ് വലുതായി ബിഗ് സൈസിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഈ നമുക്ക് പറഞ്ഞ ഈ ഗ്രാനൈറ്റിനെക്കാളും വെച്ച് ആർക്കുന്നാൽ ഈ പറഞ്ഞ മാറ്റ് ഫിനിഷ് 15 thickness ഉള്ള ഇങ്ങനെയുള്ള മെറ്റീരിയലാണ് നമുക്ക് ഏറ്റവും. മാത്രമേ ഉള്ളൂ. ഇത് ഫിനിഷിംഗ് ആയിട്ടില്ല. ഇത് ഓൾറെഡി നമുക്ക് ഫിനിഷിംഗ് ആയിട്ടില്ല. ഇനിയിപ്പോൾ ഓൾറെഡി വർക്ക് കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ലേ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, കണ്ടിടത്തോളം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ സാധാരണ ഒരു ഗ്രാനൈറ്റ് ഇട്ട സിറ്റ് ഔട്ട് കാണുന്ന പോലെയല്ല, വളരെ നല്ലൊരു ഫീലാണ്, ഒരു പ്രീമിയം ഫീലാണ്. വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു പൊടി പടലങ്ങൾ മൊത്തത്തിൽ പൊടിയായിട്ട് കിടക്കുക. നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നല്ല ഒരു വീഡിയോ നമുക്ക് ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. വിസിറ്റേഴ്സ് ഏരിയ വളരെ ചെറിയൊരു സ്പേസ് ആണ്. പക്ഷേ സാധാരണ നമ്മളൊരു 4x2 ടൈല് മേജറായിട്ട് വിരിച്ച ഒരു വീട്ടിൽ കയറുന്ന ഒരു ഫീൽ അല്ല. കാരണം 6 ടൈല് കൊണ്ട് ലിവിംഗ് ഏരിയ ഫിനിഷ് ആയി. സോ ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് ഇതിനെക്കാട്ടിലും 3 ഇരട്ടി ജോയിന്റ്സ് വന്നതിനെ നമ്മൾ 4x2 വെച്ച് ചെയ്തെങ്കിൽ സോ കാണാൻ എക്സ്ട്രീംലി പ്രീമിയം. ജസ്റ്റ് കയറിയതേ ഉള്ളൂ, പക്ഷേ ഒരു സ്പെഷ്യൽ ഫ്ലോറിംഗ് ആണ് തോന്നുന്നുണ്ട്. പിന്നെ ഭിത്തിയുടെ കൂടെ ബ്രേക്കറായിട്ട് ആ ഒരു ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഐ തിങ്ക് അത് എന്തിനാന്ന് വെച്ചാൽ ഫുൾ ടൈല് ഭിത്തിയുടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പീസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യം. ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടീഷൻ ഇൻക്ലൂഡ് ആവുന്ന ഇതിനകത്താണ് നിൽക്കുന്നത്. ഇതിനുള്ളിൽ ഈ പാർട്ടീഷൻ അപ്പൊ രണ്ട് പാർട്ടായിട്ട് ആവുകയും ചെയ്യും. അതേപോലെ നമുക്ക് അവിടെ ഫുൾ പീസ് വരും. ഇവിടെ ഫുൾ പീസ് വന്നിട്ട് നമുക്ക് പീസ് അങ്ങാറ്റം കളയാൻ പറ്റും. അമേസിംഗ്. സോ കാശ്മീർ മാർഫിൽ ആണ് നിങ്ങൾ ഈ ഫ്ലോർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാശ്മീർ മാർഫിൽ 6x4 സൈസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വളരെ കുറച്ച് പീസ് കൊണ്ട് തന്നെ ഹോൾ കംപ്ലീറ്റ് ആയി. പക്ഷേ 6x4 ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഷോറൂമിൽ കാണുന്ന പോലെ ഡിസ്പ്ലേയിൽ വാളിൽ വെർട്ടിക്കലി കാണുന്ന പോലെ അല്ല. 6x4 സൈസ് ഫ്ലോറിൽ വരുമ്പോൾ ആ സൈസിന് തന്നെ ഒരു ഭംഗിയുണ്ട്. അതിവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റ് സൈസുകൾ മോശം ആണെന്നല്ല, കാരണം കാശ്മീർ മാർഫിലിന്റെ തന്നെ 4x2 ആണ് റൂംസിലേക്ക് വിരിച്ചേക്കുന്നത്. അത് ഒരിടത്ത് ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഇപ്പോൾ ഷോട്ട്സിൽ കാണിക്കാം. സോ 6x4 ടൈല് കാശ്മീർ മാർഫിൽ ലേ ചെയ്ത് ഒരു വിഷ്വൽസ് നമുക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഷോറൂമിൽ വെച്ച് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷേ ആക്ച്വൽ വീടുകളിൽ നമ്മൾ പോയി 6x4 കവർ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഈ ടൈൽസ് ഫ്ലോറിൽ കിടക്കുമ്പോൾ ഡിസ്പ്ലേ കിടക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ഭംഗിയായതിന് കൂടും. സോ അത് നമ്മുടെ പ്രേക്ഷകരോട് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത്. സോ ഇവിടെ ഇൻസൈഡും ഒരു ക്യാരി ഉണ്ട്. അതും 6x4 റോക്കർ ഗ്രേ വെച്ചാണ് ചെയ്തേക്കുന്നത്. സോ അതും ഈ അടിയിലൊരു സ്ട്രിപ്പ് ലൈറ്റ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് എലിവേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതൊക്കെ ഇന്റീരിയർ ഡിസൈനറിന്റെ ഭാഗമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ടൈൽ ട്രേഡേഴ്സ് ആണ്. സോ ടൈൽ ഷുഡ് ഷൂട്ട് ദ പർപ്പസ്, അതാണ് ഞങ്ങളുടെ മോട്ടോ. അപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ചെറിയൊരു ലിവിംഗ് ഏരിയ ആണ്, വളരെ ചെറിയൊരു വീടാണ്. ATM കാരണം വലിയൊരു ഫീൽ ഉണ്ട് വീടിന്. പക്ഷേ ആ ഉള്ള സ്പേസിനെ ഇതിനെക്കാട്ടിലും കൂടുതൽ പ്രീമിയം ആക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഹോളിൽ ജോയിന്റ്സ് കുറവാണ്. കാര്യം നമ്മൾ ആദ്യം ഇവിടുത്തെ മേഡം തന്നെ ആദ്യം ചോദിച്ചൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് വേസ്റ്റേജ് കൂടുമെന്നുള്ള കാര്യമാണ്. അതെ, വേസ്റ്റേജ് എല്ലാവർക്കും ഒരു പേടിയാണ് 6x4. കാരണം 6x4 വേസ്റ്റേജ്
കൂടുക എന്നുള്ളൊരു ചോദ്യം ആരാണ് ചോദിക്കുന്നത്. കാര്യം ഇതിനകത്ത് നമുക്ക് രണ്ട് ഫുൾ ടൈൽ കഴിഞ്ഞാൽ പിന്നെ ചെറിയ പീസ് വരുന്നത്. ഈ പീസ് ഒന്നിൽ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പീസിൽ നിന്ന് 3 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പീസ് വെച്ച് പോലും നമുക്ക് വേസ്റ്റ് ഇല്ല. അതായത് 0 ഡിഗ്രിയാണ്, നമുക്ക് വേസ്റ്റ് 0 ആണ്. അപ്പം അത് ഈ പറഞ്ഞില്ലേ, നമുക്ക് കറക്റ്റാ പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ്സ് കുറവാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്ന എപ്പോക്സിയുടെ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ഇതിനോട് മാച്ച് ചെയ്യുന്ന കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ അവർക്ക് ഹൈലൈറ്റ് വേണ്ട കളർ വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞക്ക് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ബീച്ച് ഷെയ്ഡിലോട്ട് കിടക്കുക. അപ്പൊ ഈ ജോയിന്റ്സ് ഒന്നും അറിയാൻ പോകുന്നില്ല. എന്നാലും ഉണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആവും. മേളിൽ നിന്ന് ലൈറ്റ് ഒക്കെ വരും. ഈ കശ്മീർ മഫിലിന്റെ മാറ്റ് നമ്മൾ കിച്ചണിലോട്ട് ചെയ്തിരിക്കുന്നത് 168 ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയാൻ വന്ന ആ ഒരു ഫെക്കേഡ് അകത്ത് കണ്ടപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽസിന്റെ ഒരു ലോബി പോയി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ ഒരു ഫെക്കേഡ് കാണും. ഫുൾ ഏട്രിയം, ഒരു 3 നില ഹൈറ്റിൽ സംതിങ് ലൈക്ക് ദിസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു വീട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു വർക്ക് കാണുന്നത്. അപ്പോൾ അത് കാണിക്കാം. ആൻഡ് ഓൾസോ ദ റെയിലിംഗ്, അത് ഇങ്ങനെ ഒരു റെയിലിംഗും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ അമേസിംഗ് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടായിരിക്കും. വി ആർ വെയിറ്റിംഗ് ഫോർ ദ വർക്ക് ടു ഫിനിഷ്. ഇനിയും അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കാശ്മീർ മാർഫിലിന്റെ കളിയാണ് ഈ വീട്ടിൽ. കാശ്മീർ മാർഫിൽ ഗ്ലിറ്റ്സ് മാറ്റ് ആണ് കിച്ചന്റെ ഫ്ലോർ കൊടുത്തേക്കുന്നത്. അപ്പം ഐ തിങ്ക് കാശ്മീർ മാർഫിൽ ഗ്ലിറ്റ്സ് മാറ്റ് പോലത്തെ ഒരു ടൈൽ മാർക്കറ്റിൽ ഇന്നില്ല. പിന്നെ മാർക്കറ്റിലെ മുഴുവൻ ടൈൽ ഒരു സൈഡും കാശ്മീർ മാർഫിലിന്റെ ഗ്ലിറ്റ്സ് മാറ്റ്, പക്ഷെ അത് 160/80 സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അത് വിരിച്ചിട്ടുണ്ട്. നമ്മൾ ആ പോളിഷിൽ നിന്ന് മാറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഡിഫറൻസ് നമുക്കറിയാം. ഈ ഒരു ഗ്ലോസി മാറ്റ് എന്നുള്ള ഡിഫറൻസ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു ഫ്രോസ്റ്റ് ലുക്ക് നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രീമിയം ഫീൽ ഈസ് അമേസിംഗ്. കാശ്മീർ മാർഫിൽ ഗ്ലിറ്റ്സ് മാറ്റ് 160/80 കണ്ടിരിക്കേണ്ട ഒരു മെറ്റീരിയൽ. അത് ഷോറൂമിലല്ല, ശരിക്കും വിരിച്ച് കാണണം. കാരണം ഇത് ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഐ തിങ്ക് ഗ്ലിറ്റ്സ് മാറ്റ് ആദ്യമായിട്ടാണ് ഞാൻ വിരിച്ചത് കാണുന്നത്. പക്ഷെ ഒരുപാട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ, ഒരുപാട് സെയിലുള്ള മെറ്റീരിയൽ. പക്ഷേ ദിസ് ഇസ് റിയലി മാജിക്കൽ. സോ ഇനിയും വന്ന അകത്ത് പിന്നെയും സ്ലാബിന്റെ വർക്കാണ്. ടെറാസോ വൈറ്റ് ആണ് ഇവിടെ കിച്ചൺ സ്ലാബ് എടുത്തേക്കുന്നത്, കജാരിയ വിട്രോനൈറ്റിന്റെ. സോ ഇതൊക്കെ ഫിനിഷ് ആവുമ്പം എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം ഇപ്പൊ തന്നെ ജസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ലുക്കാണ്. സോ ടെറാസോ വൈറ്റ് ഈസ് ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ഫോർ യുവർ കിച്ചൺ കൗണ്ടർ ടോപ്സ്. നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം. ദിസ് ഈസ് അമേസിങ്. കാരണം ഞങ്ങളിത് ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു ലുക്കേ അല്ല ഇപ്പൊ ഇവിടെ വിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തിക്നെസ് കൂട്ടിയിരിക്കുകയാണ്. നമ്മളൊരു ഡബിൾ തിക്നെസ് ആക്കിയിരിക്കുക. സോ ഓൾറെഡി സ്ലാബ് 15 mm തിക്കാണ്. 2 ഡബിൾ ആക്കിയപ്പോൾ ഇപ്പോൾ ഒരു 30 mm തിക്ക്, അതായത് 3 സെന്റിമീറ്റർ തിക്നെസ്സിലാണ് ഇത് നിൽക്കുന്നത്. സോ ലുക്സ് ലൈക്ക് സംതിങ് റിയലി ഹെവി. പിന്നെ മെറ്റീരിയൽ സ്ട്രോങ് ആണ്, വൈറ്റ് ആണ്. ഈ വീട് കംപ്ലീറ്റ് ആയി ഡെഫിനറ്റ്ലി നമ്മൾ ഷൂട്ട് ചെയ്ത് കാണണം. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ആദ്യത്തെ വീഡിയോ ഈ ഒരു സീരീസിൽ. അതായത് 6x4 ടൈൽസ്, അതേപോലെ പ്രീമിയം ടൈൽസ്, അതേപോലെ ഗ്രാനൈറ്റ് ഒഴിവാക്കി ഗ്രാനൈറ്റിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന വിട്രോനൈറ്റ് സ്ലാബ്സുകൾ, ഇതെല്ലാം യൂസ് ചെയ്താലും വീടുകൾ പക്ക പ്രീമിയം ലുക്കിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇതുപോലത്തെ കൂടുതൽ വീടുകൾ നമ്മൾ ഇതേപോലെ 6x4 വിരിച്ച വീടുകൾ ഇനിയും സന്ദർശിക്കും. ഈ സ്റ്റേഴ്സ് നമ്മൾ കാണുന്ന ഫുള്ള് വിട്രോനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസും സെയിം നമ്മൾ സിറ്റ് ഔട്ട് ചെയ്തേക്കുന്ന അതേ കജാരിയ വിട്രോനൈറ്റിന്റെ റോക്കർ ഗ്രേ വെച്ചാണ് അത് ചെയ്തേക്കുന്നത്. ജസ്റ്റ് സിറ്റ് ഔട്ട് എത്ര പ്രീമിയം ആയിരുന്നോ അത്രയും പ്രീമിയം ലുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് റേറ്റ് ഗ്രാനൈറ്റിന്റെ കോസ്റ്റേ ഉള്ളൂ ഈ മെറ്റീരിയലിന്. അമേസിംഗ്. കാരണം ഈ മെറ്റീരിയലിന് കോമ്പറ്റീഷൻ പോലും ഇല്ല മാർക്കറ്റിൽ. എന്നിട്ടും കജാരി ഇത്രയും വില കുറച്ച് വിൽക്കുന്നതാണ് അവരുടെ ഒരു ബ്രില്യൻസ്, മാർക്കറ്റിംഗ് ബ്രില്യൻസ് എന്ന് പറയുന്നത്. റിയലി ബ്യൂട്ടിഫുൾ. ഇതിന്റെ അടിയിലും സ്ട്രിപ്പ് ലൈറ്റ് വരും. നമുക്ക് കാണാം റൈസറിന്റെ ത്രെഡിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ വെൻ ദിസ് ഇസ് കംപ്ലീറ്റ്, രാത്രി ആവുമ്പോൾ ഇത് ഒരു സ്വിച്ച് ചെയ്യുക, ഈ ഫുൾ സെറ്റ് ഓഫ് സ്റ്റെയർ കേസ് ഗ്ലോ ചെയ്യും. അമേസിംഗ്. സോ ഇനി നമ്മൾ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ അടുത്ത് കസ്റ്റമർ പറഞ്ഞു കുറച്ച് കോസ്റ്റ് കട്ട് ചെയ്യണം, പക്ഷേ ക്വാളിറ്റി കട്ടാക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് വന്നേ. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഫ്ലോറ് മോണോലിത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 160/80 കാർവിംഗ് ടൈലാണ്. സോ ഐ തിങ്ക് താഴെ ബ്രാൻഡഡ് കജാരിയ കാശ്മീർ മാർഫിൽ എത്ര ബ്യൂട്ടിഫുൾ ആണോ അത്രയും മാഗ്നിഫിസന്റ് ആണ് മേളിൽ ബെൽഫാസ്റ്റ് ക്രീമ എന്ന് പറയുന്ന മോണോലിത്തിന്റെ ഈ ടൈല്. സോ ദ എൻറ്റയർ ഫ്ലോർ ഒറ്റ ടൈല് വെച്ചാണ് ചെയ്തേക്കുന്നത്. റിയലി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് മോഡേൺ കണ്ടംപററി ലുക്കാണ് വിത്ത് ദ ക്ലാസിക്കൽ ടച്ച് ഓഫ് എ ക്രാക്ഡ് മാർബിൾ. സോ ഇതിന്റെ ഫീൽ എനിക്കറിയാം, പക്ഷെ ഇപ്പോൾ ഇത് ക്ലീൻ അല്ല. ഞാൻ ഷൂസ് ഇട്ടിട്ടുണ്ട്. സോ എനിക്ക് അറിയത്തില്ല കാലിൽ ഇത് എങ്ങനെ ഫീൽ ചെയ്യുന്നു. നല്ല സോഫ്റ്റാ, സ്മൂത്ത് ഫിനിഷ് അല്ലേ, വളരെ സ്മൂത്ത്. അപ്പൊ സജി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ടൈലാണ്. ഞങ്ങൾക്ക് ഓൾവേസ് അറിയാം, എപ്പോഴും ഞങ്ങൾക്ക് ട്രാൻസിറ്റിൽ കാണും, എപ്പോഴും സ്റ്റോക്ക് കാണും. ഈ ഒരു പ്രൊഡക്റ്റ് ഈസ് എ സൂപ്പർ പ്രൊഡക്റ്റ്. പിന്നെ ഈസ് പ്രൂവ്സ് അനദർ തിങ്, അൺബ്രാൻഡഡ് ടൈൽസ്, എസ്പെഷ്യലി അൺബ്രാൻഡഡ് ടൈൽസ് ഡു ജോബ് വർക്ക് ഫോർ ബ്രാൻഡഡ് കമ്പനീസ്. നമുക്കറിയാം മോണോലിത്ത് സിംബോളോയ്ക്ക് വേണ്ടിയിട്ട് ജോബ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. സോ അങ്ങനെയുള്ള കമ്പനീസിന്റെ പ്രൊഡക്ട്സ് നമ്മൾ എടുക്കാവും. ഇപ്പൊ നമ്മൾ വളരെ കുറച്ച് വില കൊടുത്താലും കിട്ടുന്ന ക്വാളിറ്റി സിംബോളോ പോലത്തെ ഒരു നല്ല ബ്രാൻഡിന്റെ ആയിരിക്കും.
സോ ഇനി നമുക്ക് അടുത്ത സൈറ്റിലോട്ട് പോകാം. വേറൊരു സൈറ്റ് 6x4 അതേപോലെ കജാരിയുടെ സ്ലാബ് സൈസ് മെറ്റീരിയൽസിന്റെ ഒരു മാജിക് നമുക്ക് കാണാം. ഞാൻ കജാരിയ എന്ന് എടുത്ത് പറയുമ്പോഴും ഞാൻ ഡീൽ ചെയ്യുന്ന കജാരിയ കൊണ്ടാണ് ആ പേര് എനിക്ക് ആദ്യം വരുന്നത്. ആക്ച്വലി സ്ലാബ് സൈസ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡഡ് കമ്പനിയുടെ യൂസ് ചെയ്യാം. കജാരിയ ഏറ്റവും അവൈലബിലിറ്റി ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും പ്രൈസ് എഫക്റ്റീവും ഏറ്റവും കൂടുതൽ സർവീസ് തരാൻ മൈൻഡുള്ള ഡീലേഴ്സിന്റെ ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് കജാരിയ എന്ന പേര് ആദ്യം വരുന്നത്. പക്ഷേ വീട് ചെയ്യുമ്പോൾ കഴിവതും ബിഗ് സ്ലാബ് സൈസുകൾ വെച്ച് തന്നെ വീട് ചെയ്യാൻ നോക്കുക. കാരണം അതിന്റെ ലുക്ക് നത്തിങ് മാച്ചസ് ഇറ്റ്.